നമുക്ക് സ്റ്റോറിയായിട്ട് പോകണം. അതെ, ആ മിനിക്കിനെ കണ്ടില്ലേ നമുക്ക് പെണ്ണ് ഇങ്ങനെ വിളിക്കുണ്ടാക്കും. അങ്ങനെ ജിന്നെടുത്തോളൂ, ഹായ് ഹാൻസം. ജിൻ നോക്കി, ഇവളൊക്കെ എന്താ ലൂസാണ്. ജിൻ കണ്ടക്കാതെ പോയി. ആ പെണ്ണ് കുറച്ച് മൊക്കയെ പോയി. ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു. ഇവളെ കണ്ട് ജിന്ന്, ഇവളെന്തിനാ എൻ്റെ പുറകെ നടക്കും. ജിന്നു കണ്ട സ്റ്റോപ്പ്, എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്. ഹാൻസം, ഞാൻ ആരാണ് എനിക്കറിയോ. അറിയാം, ഞാൻ പ്രിയയുടെ ഹസ്ബൻഡാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പറഞ്ഞു. ജിൻ കണ്ടായി. ജിൻ പറഞ്ഞു, ഇവിടെ നോക്കുക, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് എൻ്റെ വൈഫുമാർ ഇൻട്രസ്റ്റ്. അങ്ങനെ ജിൻ അവിടുന്ന് പോയി. ഇത് കണ്ടിട്ട് രണ്ടുപേരും ചിരിക്കുന്നത്. ജിൻ നോക്കി പോയി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ജിന്നിൻ്റെ രണ്ട് ഫ്രണ്ട്സായിരുന്നു ചിരിച്ചത്, ഹാറും ഷുഗമാണ്. അതിൽ നിന്ന് രണ്ട് പേർ ചിരിക്കും. അങ്ങനെ 3 പേർ ചെയ്ത് നോക്കുമ്പോൾ അതെ അച്ഛാ, നല്ല ആൻറ്റിക്ക് മൊക്കെ കൊടുത്തല്ലേ ചിരിക്കാൻ. അത് നിങ്ങൾ ഷോക്ക്, പ്രിയക്ക് ഷോക്ക്. അത് എല്ലാം കേട്ടല്ലേ. അങ്ങനെ പോയി. അങ്ങനെ ജിന്നക്കും ആ പെണ്ണുങ്ങളെ കുറിച്ച് കാണ്ടായിരുന്നു. ജിൻ പറഞ്ഞു, അവളെക്കുറിച്ച് എനിക്കറിയണം. അങ്ങനെ പറഞ്ഞു, ഓക്കെ സർ, അവളുടെ പേരാണ് ദിയ. എന്ത്, ദിയാണോ? അതെ സർ, അവൾ ദിയാണ്. ദിയനെ ഉച്ചക്ക് ലവ് ചെയ്യണം. അത് ശരിയോ? ദിയാൻ്റെ അച്ഛൻ എനിക്ക് കാണണം. ഹരം പറയാം, എടാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, ഓക്കെ. അങ്ങനെ അതെ, ദിയൻ ലവ് ചെയ്യുന്ന ആ ചെക്കനാണ് ജിൻ പറഞ്ഞിരുന്നു. ആ ചെക്കൻ വന്നു. ഹായ്, നിനക്ക് ദിയൻ ഇഷ്ടമാണല്ലോ? അതെ സർ, നിൻ്റെ ലവ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതൊക്കെ സർ, അത് ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ പുറകിൽ നടക്കാണ്, അങ്ങനെ ടോർച്ചർ സഹിക്കുകയില്ല. എനിക്ക് എൻ്റെ വൈഫ് ഇഷ്ടമാണ്, നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ജിന്നൊരു പ്ലാൻ പറഞ്ഞു. അവളെനിക്ക് പ്ലാൻ ഇടുന്നല്ല, അവൾക്ക് ഞാൻ പ്ലാൻ ഇടാം. അതെ, ജിന്നിക്ക് പറഞ്ഞിരുന്നു ആ പെൺകുട്ടി ഒരു ക്ലബ് പാർട്ടിയിൽ അവനിക്ക് ഡ്രിങ്കിൽ കൊടുക്കാനോ, അതെ ഒരു മയക്കമരുന്ന് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ആ പെണ്ണ് പ്ലാൻ ചെയ്യുന്നത് ജിന്നിക്ക് പറഞ്ഞായിരുന്നു. ജിന്നിൻ്റെ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അതേ പ്ലാൻ ആ പെണ്ണിക്ക് അവ കൊടുത്ത ജ്യൂസ് അവൾ ആയിരിക്കും പണം കൊടുത്ത് സെറ്റ് ചെയ്ത് അതേ ആൾ ഡബിൾ പണി കൊടുത്തു. അതെ, അങ്ങനെയായിട്ട് ആ പെണ്ണ് കുറച്ച് ബോധമായി. ആ പെണ്ണ് പോയി, അവനും കൂടെ പോയിരുന്നു. അങ്ങനെ 2 പേർക്കും എല്ലാം നടന്നു. പിന്നെ കുറച്ച് ദിയൻ്റെ അച്ഛനും വന്നിരുന്നു. ദിയക്ക് ഫസ്റ്റ് മയക്കും ഇറങ്ങി. എല്ലാവരും വന്നു. പ്രിയം വന്നു. പ്രിയക്ക് ഷോക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? പ്രിയ ചോദിച്ചു. ദിയ പറഞ്ഞു, അച്ഛാ, ഇവിടെ ഹസ്ബൻഡ് എന്നിങ്ങനെ ചെയ്തതുകൊണ്ട് ദിയ കരഞ്ഞ് പറയായിരുന്നു. അങ്ങനെ ദിയൻ്റെ അച്ഛനക്ക് ദേഷ്യം വന്നു. നോക്കുമ്പോൾ ആള് ചെഞ്ച. ആരങ്ങനെ ചെയ്തത്? ജിൻ ചോദിച്ചു. അങ്ങനെ ബേബിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ പെണ്ണക്ക് ഷോക്കായി പോയി. നിങ്ങളിവിടെ, അപ്പം ഇതാരാ? ഹായ് ദിയ. ദിയക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ദിയ, അതെ, അവൾക്ക് ഷോക്ക്. ആ ചെക്കനും കൂടി, നീയോ? അതെ, എല്ലാം നടന്നായിരുന്നു. അങ്ങനെ ദിയൻ്റെ അച്ഛനക്ക് വേറെ വഴിയില്ല, എല്ലാം നാണം കേട്ടു. അതുകൊണ്ട് ദിയ ആ ചെക്കൻ പറഞ്ഞു, ഇവളെനിക്ക് കല്യാണം കഴിച്ചു തരണം. നിർത്താൻ കാര്യം പറഞ്ഞു. ഇവള് വേറെ വഴിയില്ല. ദിയൻ്റെ അച്ഛനും വഴക്ക് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണുക്കും ദിയക്കും ആ ചെക്കന് കല്യാണമായി. അങ്ങനെ ദിയക്ക് ദേഷ്യം വന്നായിരുന്നു. ഇവള് എന്താ ചെയ്യാ? എനിക്ക് ഇവനെ കല്യാണം കഴിപ്പിച്ചതാ. ഇവന് കാണാൻ നല്ല സുന്ദരം, നല്ലൊരു, അതെ, അവനക്ക് അത്ര ജിന്നായിട്ട് ഹാൻസമൊന്നും ഇല്ലായിരുന്നു. അതെ, കുറച്ച് ഹാൻസമായിരുന്നു. അങ്ങനെ ദിയക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആ പെണ്ണ് വഴക്കുണ്ടാക്കി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ആ പെണ്ണിക്ക് അവൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഡോക്ടർ അവൾക്ക് അബോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ആ ചെക്കൻ ദേഷ്യം വന്നു. മറിയാതെ കുട്ടി എനിക്ക് പറ്റിയത് നിനക്ക് നല്ലത് എന്ന് വഴക്ക് പറയായിരുന്നു. അങ്ങനെയൊക്കെ അവൾക്ക് വരെ വഴിയില്ല. അങ്ങനെയായിട്ട് അവൻ മെറിറ്റയിൽ കൊണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. അങ്ങനെ ആ കുട്ടി എങ്ങനെ പാല് അവൾ കൊടുക്കാൻ പറഞ്ഞു. ആ കുട്ടി നീ ഇവിടുന്ന്. അങ്ങനെ ആ കുട്ടി മിരട്ടി പാല് കൊടുത്തായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പാല്, അങ്ങനെ കുട്ടി വളർന്നു ഇവിടെ ഇതായി. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒന്നും പ്രോബ്ലമില്ല, ഇപ്പം നിങ്ങൾ ചോറൊന്ന് വയ്ക്കാം. ഇപ്പോൾ അവൾക്ക് മണി കൊടുത്തു. അവളോട് ഡിവോഴ്സ് ചെയ്തു അവൾ പോയി. അതെ, ഇപ്പോൾ കുട്ടീനെ അവൻ തന്നെ വളർത്താൻ തുടങ്ങിയായിരുന്നു. അതെ,
ദിയൻ്റെ പേരൻ്റെ പേര് പറയാൻ മറന്നുപോയി ഫ്രണ്ട്സ്. അതെ, അവൻ്റെ പേരാണ് അജയ്ത്ത്. അതെ, അജയ്ത്ത് ആ കുട്ടീനെ വളർത്താൻ തുടങ്ങി. അജയ്ത്ത് സാഡായിരുന്നു. അതെ, അജയ്ത്ത് നല്ല തടിച്ചിട്ടുള്ളായിരുന്നു. അജയ്ത്ത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ കുറച്ച് തടിയുണ്ടായിരുന്നു. ജിന്ന് പറഞ്ഞു, അജയ്ത്ത് സർ അതാ നീ എൻ്റെ കൂടെ വരാൻ പറ്റൂ. ജിന്ന് പറഞ്ഞായിരുന്നു. അതെ, അജയ്ത്ത് ഒരു ടാലൻ്റ് ഉണ്ട്. പിന്നെ ഹാക്കിങ് നല്ല അജയ്ത്തേക്ക് നല്ല മൈൻഡായിരുന്നു. അജയ്ത്തേക്ക് ഒരു ജിന്നൊരു ജോലി കൊടുത്തു. അജയ് ഹാപ്പിയായി. ജിന്ന് അവൻ്റെ കമ്പനിയിൽ അവനക്കൊരു ജോലി കൊടുത്തു. നിറയെ കമ്പനിയുണ്ട്. പുതിയ കമ്പനിയിലും അവനക്ക് ഒരു ജോലി കൊടുത്തു. അവിടുത്തെ അതെ ഒരു നല്ലൊരു ജോലി കൊടുത്തായിരുന്നു. അവിടുത്തെ മാനേജറായിട്ട് അജയ്ത്തിനെ കൊടുത്തു. അജയ്ക്ക് സന്തോഷമായി. അതെ, അജയ്ത്ത് എന്താ സർ? അതെ, ഇത് എൻ്റെ ഇന്ത്യയിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. അവിടെ അജയ്ക്ക് ഒരു ജോലി കൊടുത്തു. അജയ്ക്ക് ഹാപ്പി ആയിരുന്നു. അതെ, ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. അതൊരു കമ്പനിയായിരുന്നു. അതെ, അജയ്ത്താണ് സിഒൻ്റെ പകരം അജയ്ത്താണ് ഒരു സെക്രട്ടറിയാണ്. അതുമാത്രമല്ല മാനേജറായിരുന്നു. അജയ്ത്തേക്കും മാനേജർ. അതെ, നല്ല ജോലി നന്നായി ചെയ്യുന്നതിന്. അതെ, അജയ്ത്ത് നീ എൻ്റെ ഒരു സെക്രട്ടറിയാണ്, മാനേജറാണ്. നീ ഇവിടത്തെ കാരണം നീ നോക്കണം അജയ്ത്തിനോട് പറഞ്ഞു. ശരി, അജയ് ഹാപ്പി ആയിരുന്നു. അങ്ങനെ അജയ്ത്ത് വെയിറ്റ് കുറച്ചു. ഇപ്പം കാണാൻ ജിൻ പറഞ്ഞു, നീ ഹാൻസമായി മാറും. അങ്ങനെ ജിൻ പറഞ്ഞ പ്രോഡക്റ്റുകളിൽ ജിൻ കൊടുത്തത്. അത് ഇപ്പം കാണാൻ സുന്ദരനായി. അജയ്ത്ത് കുട്ടീനെ വളർത്താൻ തുടങ്ങി. അതെ, കുട്ടി വളർന്നു വലുതായി. അതെ, ജിന്നുക്കും ഞാൻ പറയാൻ മറന്നുപോയി. അതെ, ജിന്നുക്കും കുട്ടി ജനിച്ചായിരുന്നു, ഗേൾ ബേബിയും. അതെ, അജയ്ത്തക്കും ജനിച്ച ബേബിയായിരുന്നു. 2 പേര് ജിന്നിൻ്റെ ബേബി സ്കൂളിലേക്ക് പോകണം. ഇപ്പോൾ ജിന്നിൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ് വീണ്ടും. അജയ്ത്ത് ബേബിക്ക് ഇപ്പോൾ 5 വയസ്സായി. 6ാമത്തെ വയസ്സ് പിടിക്കുമ്പോൾ ബർത്ത്ഡേ ആണ്. ജിന്നും ബർത്ത്ഡേക്ക് വന്നു, ഗിഫ്റ്റെല്ലാം കൊടുത്തു. നല്ല സന്തോഷം